എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്ക് ലൂസിഫറിന്റെ അത്ര ഇഷ്ടപ്പെട്ടു. രണ്ട് സെറ്റ് ഓഫ് ആൾക്കാർക്കാണ് പടം ഇഷ്ടപ്പെട്ടത്. ഹൈപ്പ് വെച്ച് പോയവർ, എന്നെ പോലുള്ളവർ. അതായത് ഞാൻ ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് മറ്റൊരു സിനിമയായിട്ടാണ്. സിനിമയുടെ പേരെന്താണ്? എമ്പുരാൻ. അതെ, എമ്പുരാൻ. ഒരു അത്യാവശ്യം ചെറിയ ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ പഴയ വീഡിയോക്ക് ആയിട്ട്. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സിനിമയൊന്നും കണ്ടില്ല. അതെ, സിനിമയൊന്നും കണ്ടില്ല, അതുകൊണ്ടാണ് വീഡിയോ ഒന്നും വരാഞ്ഞത്. സോ എമ്പുരാൻ ഞങ്ങൾ ഇന്നലെ കണ്ടു. എങ്ങനെ ഉണ്ടായിരുന്നു തൻ്റെ അഭിപ്രായം? എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്ക് ലൂസിഫറിന്റെ അത്ര ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ എനിക്ക് ലൂസിഫറിന്റെ അത്ര ഇഷ്ടപ്പെട്ടില്ല. എനക്കോ? എനിക്ക് ഇത് രണ്ട് സിനിമയായിട്ടാണ്. നമുക്ക് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല. ലൂസിഫർ ആവുമ്പോൾ സ്റ്റീഫൻ നെടുമ്പള്ളി ആയിരുന്നു ഹീറോ. സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കഥ ഖുറേഷി അബ്രാമിനെ പറഞ്ഞു നിർത്തി ക്ലോസ് ചെയ്തു, കഥ തീർന്നു. ഇതെന്ന് പറയുമ്പം ഫസ്റ്റ് ഹാഫ് ഇന്റർവെല് വരെ ഖുറേഷി അബ്രാമിന്റെ കഥ, സെക്കൻഡ് ഹാഫിൽ മിക്സ്ഡ് ആയിട്ട് അവരിങ്ങനെ മാറി മാറി വരുന്നു. ഒരു സീനിൽ ഖുറേഷി അബ്രാം ആണെങ്കിൽ പെട്ടെന്ന് സ്റ്റീഫൻ ആവുന്നു, അടുത്ത സീനിൽ ഖുറേഷി ആവുന്നു. അതായത് ഒരുപാട് നല്ല സാധനങ്ങൾ അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട്. അതൊന്ന് അറേഞ്ച് ചെയ്ത് സെറ്റാക്കി എടുത്തിരിക്കുന്നതാണ് ബേസിക്കലി എമ്പുരാൻ. അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തത് പടം കൊള്ളില്ല എന്നല്ല, എനിക്ക് ലൂസിഫറിന്റെ ആ ഒരു കിക്ക് കിട്ടിയതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം ലൂസിഫർ ഒരു സർപ്രൈസ് ഫിലിം ആയിരുന്നു. ഞാൻ ഇടയ്ക്ക് പറയട്ടെ, ഇത് കുറെ പേര് ഡീഗ്രേഡ് ചെയ്യുന്നുണ്ട്. ഞാൻ പറയാം, രണ്ട് സെറ്റ് ഓഫ് ആൾക്കാർക്കാണ് പടം ഇഷ്ടപ്പെടാത്തത്. മൂന്ന് സെറ്റ്. എനിക്ക് എന്റെ കൺസെപ്റ്റിൽ രണ്ട് സെറ്റ് ആൾക്കാർക്കാണ്. ഇപ്പൊ ഞാൻ പറയാം, അതിൽ ഒരു സെറ്റ് എന്ന് പറയുന്നത് പടത്തിന്റെ ആദ്യത്തെ ഇന്റർവെല് വരെ പടം ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒക്കെയാണ് മേജർ പോർഷൻസ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ രണ്ട് ലാംഗ്വേജും അറിയാത്ത ആൾക്കാർ സബ് ടൈറ്റിൽ ഫോളോ ചെയ്ത് വേണം കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ. അപ്പൊ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ സബ് ടൈറ്റിൽ സീൻസിനൊത്ത് ഫോളോ ചെയ്ത് പോകാൻ പറ്റില്ല. അപ്പൊ എന്താണ് സംഭവിക്കുന്നത് മനസ്സിലാവുന്നില്ല. മാത്രമല്ല, നോർമൽ ആയിട്ടുള്ള പലർക്കും പല അഭിപ്രായമാണ്. അതൊരു റീസണാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഫസ്റ്റ് ഹാഫ് കൂടുതൽ ഇഷ്ടപ്പെട്ടു സെക്കൻഡ് ഹാഫിനെ അപേക്ഷിച്ചിട്ട്. എന്നാ ഫസ്റ്റ് ഹാഫ് അല്ല സെക്കൻഡ് ഹാഫ് ഇഷ്ടപ്പെട്ടു, അങ്ങനെയും കുറെ പേരുണ്ട്. പക്ഷേ ഈ രണ്ട് ഹാഫ് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ട്. അവരുടെ കാര്യം ഞാൻ പറഞ്ഞു. കാര്യം ഫസ്റ്റ് ഹാഫിൽ എന്താ നടക്കുന്നതെന്ന് അറിഞ്ഞാലല്ലേ സെക്കൻഡ് ഹാഫില് ബാക്കി അതിന്റെ തുടർച്ചയാണല്ലോ സെക്കൻഡ് ഹാഫ്. ഫസ്റ്റ് ഹാഫിൽ എന്താണെന്ന് മനസ്സിലാവാത്ത ആൾക്കാർക്ക് സെക്കൻഡ് ഹാഫ് ഫസ്റ്റ് ഹാഫ് ഇഷ്ടപ്പെടാത്തവരുണ്ടല്ലോ. ഒരു സെറ്റ് അങ്ങനെയുള്ള ആൾക്കാര്. രണ്ടാമത്തെ സെറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ആരെയാണോ ഉദ്ദേശിച്ചേക്കുന്നത് അവർക്കിത് കറക്റ്റിന് കൊണ്ടിട്ടുണ്ട്. അപ്പൊ അവർക്ക് നല്ല സിനിമയാണെന്ന് പറയാൻ പറ്റില്ല. ഇങ്ങനെയുള്ള രണ്ട് കാറ്റഗറി ആൾക്കാർക്കാണ് ഈ പടം ഇഷ്ടപ്പെടാത്തത്. മൂന്നാമതൊരു കാറ്റഗറികളുണ്ട്. എന്റെ മൂന്നാമത്തെ കാറ്റഗറി ഉണ്ട്. അത് നല്ല ഓവറായിട്ട് ഹൈപ്പ് വെച്ച് പോയവർ, എന്നെ പോലുള്ളവർ. അതായത് ഞാൻ ആക്ച്വലി ഭീകരമായ ഹൈപ്പിലാണ് പോയത്. പറഞ്ഞ ചെറിയൊരു പടമാണ്, പക്ഷെ കഴിഞ്ഞ വട്ടം ചെറിയൊരു പടമായിരുന്നല്ലോ. അപ്പൊ നമ്മൾ എന്തായാലും എക്സ്പെക്ടേഷൻ വെക്കും. എന്റെ എക്സ്പെക്ടേഷൻ ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നോർമൽ ഉള്ള എക്സ്പെക്ടേഷൻ തന്നെയാണ്. മമ്മൂട്ടി ഉണ്ടാവും, സൽമാൻ ഖാൻ ഉണ്ടാവും, അവരുണ്ടാവും. അപ്പൊ അതൊക്കെ വരും എന്ന് പറഞ്ഞിരുന്നിട്ട് വരാതിരിക്കുമ്പോൾ ഒരു നിരാശയുണ്ടല്ലോ. ആ നിരാശയാണ് എനിക്ക് ശരിക്കും ബാധിച്ചത്. ഈ ഓവർ ഹൈപ്പിൽ പോയിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നവരുണ്ടല്ലോ, അതായത് അവരുടെ ആ ഒരു ലെവൽ വരെ എത്തിയില്ല പടം എന്ന് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഏത് പോയിന്റിൽ എത്തിയില്ല എന്ന് ഉദ്ദേശിക്കുന്നത്? അതായത് ഷാറുഖ് ഖാൻ വന്നില്ല, രജനീകാന്ത് വന്നില്ല എന്നാണോ? അവർ ഇത് കണ്ടു നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണമല്ലോ. നമ്മളൊരു കാര്യം പ്രതീക്ഷിച്ചിരിക്കുമ്പോഴത്തേക്ക് ആ പ്രതീക്ഷിച്ച കാര്യം കിട്ടിയാൽ നമുക്കൊരു ഇത് വരും. ഇത് പടം കൊള്ളില്ല നല്ല കേട്ടോ പറയുന്നത്. പടം നല്ല പടമാണ്, ബട്ട് വിത്ത് എ ബട്ട്. അതാണ് എനിക്ക് പറയുന്നത്, വിത്ത് എ ബട്ട്. പടമൊക്കെ കൊള്ളാം, കുഴപ്പമൊന്നുമില്ല, വിത്ത് എ ബട്ട്. പിന്നെ പുള്ളിക്കാരിക്ക് പറ്റില്ല. എനിക്ക് പടം ഇഷ്ടപ്പെട്ടു. അതെ, ഞാൻ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ടില്ല. പടം എനിക്ക് ഇഷ്ടപ്പെട്ടു, ബട്ട് ലൂസിഫറിന്റെ ആ ഒരു ഇത് എനിക്ക് കിട്ടിയില്ല. ഇതിൽ നല്ല എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറെ പേർക്ക് ഖുറേഷി അബ്രാമിനെക്കാട്ടും സ്റ്റീഫൻ നെടുമ്പള്ളിനെ ആയിരിക്കും ഇഷ്ടപ്പെട്ടത്. കാര്യം ഫസ്റ്റ് ഹാഫിൽ ഫുൾ സ്റ്റീഫൻ നെടുമ്പള്ളിയാണ്. പുള്ളിക്കാരന്റെ മാസ് ഡയലോഗ്സ് ഉണ്ട്, മറ്റേ നിന്റെ തന്തയിൽ എന്റെ തന്ത, അങ്ങനെയുള്ള കുറെ ഡയലോഗ്സ് ഉണ്ടായിരുന്നു. ഖുറേഷി അബ്രാമിന് ഇങ്ങനെ അങ്ങനത്തെ മാസ് ഡയലോഗ് പറഞ്ഞിരിക്കാനുള്ള സമയമില്ല. എനിക്ക് ഇപ്പം ഫസ്റ്റ് ഹാഫിൽ ഷോട്ടും കാര്യങ്ങളൊക്കെ പക്ക ഹോളിവുഡ് ലെവലിൽ തന്നെയാണ്. നല്ല രീതിക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. നല്ലൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആണ്. ഒരു കാരണവശാലും ഈ പടം തിയേറ്ററിൽ ഞാൻ കൊള്ളില്ല എന്ന് പറഞ്ഞില്ലല്ലോ, പടം കൊള്ളാം, ബട്ട് ഒരു എക്സൈറ്റ്മെന്റ് ഫാക്ടർ അല്ലെ ഒരു ഹൈപ്പിന് പുറത്തോട്ടുള്ള ഒരു ഫാക്ടർ കിട്ടിയില്ല എന്ന് പറഞ്ഞല്ലോ. പടം കൊള്ളില്ല എന്ന് പറഞ്ഞിട്ടുള്ള പടം നല്ല പടമാണ്. എനിക്ക് നല്ല മാസായിട്ട് തോന്നി. അതായത് ഖുറേഷി അബ്രാമിന്റെ എൻട്രിയെക്കാട്ടി കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ എൻട്രി ആണ്. അതെ. ഞാൻ
കാരണം ഞാൻ രണ്ട് വട്ടം പടം കണ്ടത്. ഒന്ന് ഫസ്റ്റ് ഷോയും കണ്ടു, പിന്നെ രണ്ടാമത് നമ്മൾ ഒരുപാട് സ്പോയിലറിലേക്ക് പോകണ്ട കേട്ടോ, അത് പണി കിട്ടും. ശരി, ഞാൻ 2 വട്ടം പടം കണ്ടു. അത് ഒന്ന് ഫാൻ ഷോ ആയിരുന്നു, ഒന്ന് നോർമൽ ഷോ ആയിരുന്നു. ഫാൻ ഷോ നിങ്ങൾക്ക് അറിയാമല്ലോ, നല്ല ബഹളവും നല്ല ഓളവും ആയിരിക്കും. അപ്പോൾ ഈ രണ്ടാമത്തെ തവണ കണ്ടപ്പോഴത്തേക്ക് ഞാൻ നോർമൽ ഓഡിയൻസിനോട് കണ്ടത്. നോർമൽ ഇൻ ദ സെൻസ് ഫാൻ ഷോയിൽ ഫുള്ള് ഓളമായിരിക്കും, ഇവിടെ അത്ര ഓളം വരില്ല. ആ ഒരു തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ കൈയടി കിട്ടിയ രംഗം എന്ന് പറയുന്നത് നമ്മുടെ മോഹൻലാലിന്റെ രണ്ടാമത്തെ ഇൻട്രോ ആണ്. സെക്കൻഡ് ഹാഫിന് ശേഷമുള്ള ഇൻട്രോ ഒക്കെയാണ്. അത് നൈസ് സംഭവം, വിഷ്വലി സംഭവം അടിപൊളിയാണെന്നും പറയാൻ അടിപൊളി സാധനമാണ്. എല്ലാം കൊള്ളാം, ബട്ട് അങ്ങോട്ട് എല്ലാ സമയത്തും ആ ഒരു പെർട്ടിക്കുലർ ബീജം നന്നായിരുന്നു ആ ഒരു പോർഷനിൽ. ബട്ട് അല്ല, ആ ഒരു പോർഷനിൽ ബീജം മാത്രമല്ല, ത്രൂഔട്ടും ഫുൾ ബീജം നല്ലത്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ബീജം കുറച്ചുകൂടെ ഒരു അടിപൊളിയാക്കാൻ തോന്നി. ഞാൻ ഇപ്പം മോഹൻലാലിന്റെ ഫസ്റ്റ് ഇൻട്രോയിലും സംഭവം വിഷയമൊക്കെ കൊള്ളാം, ബട്ട് ബീജം അല്ല സൗണ്ട് ആ ഒരു ലെവലിലേക്ക് വന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. ഇപ്പോൾ ഒരു സ്റ്റീഫന്റെ എൻട്രി ആയപ്പോഴത്തേക്ക് ബീജം കൂടി വന്നു. സ്റ്റീഫൻ എൻട്രിയിൽ ബീജം വന്നു, ബട്ട് സ്റ്റിൽ എനിക്ക് കുറച്ചുകൂടെ ഒരു എനർജറ്റിക് ആയിട്ടുള്ള സംഭവം വേണമെന്ന് എനിക്ക് പേഴ്സണലി തോന്നി സൗണ്ടിന്റെ കേസിൽ. എനിക്കത് ഓക്കെ ആയിരുന്നില്ലേ? ആ എൻട്രി കൊള്ളായിരുന്നു കേട്ടോ. ആ ഒരു രണ്ടാമത്തെ സെക്കൻഡ് എൻട്രിയിൽ അത് നല്ലതായിരുന്നു. ബട്ട് ഓവറോൾ ത്രൂ ഔട്ട് എനിക്ക് കുറച്ചുകൂടെ സൗണ്ട് കുറച്ചുകൂടെ ഒന്ന് ഇതാക്കായിരുന്നു തോന്നി. പിന്നെ പുള്ളിക്കാരിയുടെ നല്ല 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 കിടിലൻ പെർഫോമൻസ്, അടിപൊളി സാധനം, ഒന്നും പറയാനില്ല. അതിൽ മെയിൻ ഫാക്ടർ കഴിഞ്ഞൊരു പടത്തിന് വെച്ചിട്ട് ഈ പടത്തിൽ അവർക്ക് കൂടുതലായിട്ട് പെർഫോം ചെയ്യാനുള്ള ഒരു ആ ഒരു ക്യാരക്ടർ ആ രീതിക്ക് വന്നേക്കാം. അപ്പൊ അതുകൊണ്ട് നല്ലൊരു പെർഫോം ചെയ്യാൻ പറ്റും. സോ ഷീ ഹാഡ് എ ഗുഡ് റോൾ. എനിക്ക് ശരിക്ക് മഞ്ജുവാര്യന്റെ ആ ഒരു സീനിലൊക്കെ മറ്റേ ഗോഡ് ഫാദറിന്റെ അകത്ത് ജഗദീശ്വരില്ലേ കണ്ടോടെ അതേ രോമം എഴുന്നേറ്റ് നിൽക്കുന്നത്, അത് കണക്കാണ് ശരിക്കും രോമാഞ്ചം. മോഹൻലാൽ ആസ് ഓൾവേസ് ഓറ പിന്നെ പറയണ്ട, പുള്ളി വന്ന് നിന്ന് കഴിഞ്ഞാൽ പിന്നെ സ്ക്രീൻ ഫുള്ളി മൊത്തത്തിൽ ഫുള്ള് ആയിരിക്കും. പൃഥ്വിരാജ് നൈസ്, അടിപൊളി, കഴിഞ്ഞ പടത്തിലെ പോലെ തന്നെ ഹിറ്റ് ഗാങ്. പക്ഷെ ഇതില് കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ, കുറച്ചുകൂടെ ഉണ്ട്. പൃഥ്വിരാജിന്റെ ബാല്യകാലം അവതരിപ്പിക്കുന്ന പുള്ളി ഉണ്ടെന്ന് കാർത്തികേയ, അടിപൊളി കേട്ടോ. ഇനീഷ്യൽ സീൻസ് ഒക്കെ വെച്ചാൽ നമുക്ക് കണ്ണെടുക്കാൻ തോന്നില്ല. ഈ ഫസ്റ്റ് ഹാഫ് ശരിക്കും എനിക്ക് ഭീകരമായിട്ട് ഇഷ്ടപ്പെട്ടു കമ്പയർ ടു സെക്കൻഡ് ഹാഫ്. ഫസ്റ്റ് ഹാഫ് ലിറ്ററലി ലിറ്റ് ആയിരുന്നു ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫ് കൈൻഡ് ഓഫ് അങ്ങനെയായിരുന്നു എനിക്ക്. പിന്നെ എനിക്ക് പ്രധാനമായിട്ട് തോന്നിയത് അവസാനം ആയപ്പോഴത്തേക്ക് എല്ലാം കൂടെ കൊണ്ടുവന്ന് ഒരു പെർഫെക്റ്റ് എൻഡിങ്, ഒരു കൾമിനേഷൻ കൊടുക്കാൻ പറ്റിയില്ല എന്ന രീതിക്കാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതുകൊണ്ടാണ് എനിക്ക് ഒരു കംപ്ലീറ്റ്നെസ് കിട്ടാതെ പോയത്. എനിക്ക് പക്ഷേ പെർഫെക്റ്റ് എൻഡിങ് അല്ല ഉദ്ദേശിച്ചത്, ഒരു കൾമിനേഷൻ എന്ന രീതിക്ക് വരുമ്പോഴത്തേക്ക് ഇപ്പം എനിക്ക് ആ ലാസ്റ്റത്തെ മോഹൻലാൽ പൃഥ്വിരാജ് കോമ്പിനേഷൻ ഫൈറ്റ്സ് ഒന്നും എനിക്ക് അത്ര അങ്ങോട്ട് വർക്കായില്ല. ശരിക്കും എനിക്ക് അത്ര ഒരു ഉദ്ദേശിച്ചത് ശരിക്കും നമ്മുടെ കട്ടപ്പ ബാഹുബലി ആണെങ്കിലും ആ ഒരു ലെവലിലേക്ക് എത്തിക്കാൻ പറ്റിയില്ലായിരുന്നു. ഇല്ലേ? അല്ല, കട്ടപ്പ ബാഹുബലി വെച്ചിട്ട് നമ്മളൊരു ഫൈറ്റ് ഉണ്ടായിരുന്നു നമ്മുടെ ബാഹുബലി 2-നകത്ത്. ആ ഒരു ലെവൽ സാധനം എനിക്ക് ഉദ്ദേശിച്ചത്, പക്ഷെ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് തോന്നിയില്ല. ബട്ട് സ്റ്റിൽ ഓക്കെ അതായിരുന്നു കേസ്. പിന്നെ L3 ഇൻട്രോ അതിനി കണ്ടറിയണം എങ്ങനെയായിരിക്കും എന്ന്. നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ത്രെഡൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി പെർഫോമൻസസ്, ഡയറക്ഷന്റെ കേസ് ഒന്നും പറയാനൊന്നുമില്ല. പൃഥ്വിരാജ് ആസ് ഓൾവേസ് വെരി ഗുഡ്, ബ്രില്യന്റ്. അതെ, ബ്രില്യന്റ്. കാര്യം ആ ഫിലിം ഷൂട്ട് ചെയ്ത് തിയേറ്ററിൽ എത്തിയതോടുകൂടി നിർത്തിയില്ല പുള്ളി ബാക്കിയും കൂടി പ്ലാൻ ചെയ്ത് വെച്ചിട്ടാണ് തിയേറ്ററിലോട്ട് എത്തിച്ചത്. ഇനി എന്ത് ചെയ്യാന്നുള്ള കാര്യത്തിൽ ഇപ്പൊ ഉണ്ടാവുന്ന ഈ കോൺട്രവേഴ്സി ഉൾപ്പെടെ പുള്ളിയുടെ തലയിൽ വെച്ചിട്ട് ബുദ്ധിയാണോ എന്ന് നമുക്ക് അറിയില്ല. വേറൊരു കാര്യം പറയാനുണ്ട്, ഈ 17 കട്ട്സിന് വരാൻ പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ആ കട്ട്സ് വരുന്നതിന് മുന്നേ പോയി തിയേറ്ററിൽ കാണുന്നത് നല്ല റഷാണ്. അത് മുന്നേ പോയി കാണണം എല്ലാരും. കാര്യം ഈ സീൻസ് ഒക്കെ കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഇതിന്റെ കണ്ടിന്യൂറ്റി എങ്ങനെ വരും എന്നറിയില്ല. ഇതിന്റെ മേജർ പോർഷൻ തന്നെയാണ് ഇതിന്റെ തീയവയാണ് കട്ട് ചെയ്യണമെന്ന് പറയുന്നത്. സോ സോ നമുക്ക് ഓവറോൾ എനിക്ക് ഇറ്റ് വാസ് ഗുഡ് ടു ഓക്കേഷ് ആയിരുന്നു. നിനക്ക്? പലർക്കും പല അഭിപ്രായമുണ്ട്. ഞങ്ങൾ പറയുന്നത് നമ്മുടെ മാത്രം അഭിപ്രായമാണ് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം അതെ, ഞങ്ങൾ രണ്ടുപേരുടെ പേഴ്സണൽ ഒപ്പീനിയൻസ് നമ്മൾ പറഞ്ഞത്. നിങ്ങൾക്ക് പടം കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് ഫീൽ ചെയ്യുന്നുള്ളത്? കാണുന്ന ഓരോരുത്തർക്കും ഓരോ ഒപ്പീനിയൻ, ഓഫ് കോഴ്സ് ഓരോരുത്തർക്കും ഓരോ ഒപ്പീനിയൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഞാൻ ആരും കേട്ടില്ല. ഇല്ല. അതെ, അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ റിവ്യൂ. ഓക്കെ, താങ്ക് യു.